നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ജി സുധാകരൻ MLA ക്ഷയരോഗ നിർമ്മാർജ്ജന കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നിലവാരത്തിൽ തിളങ്ങിയ ആലപ്പുഴ ജനറൽ ആശുപത്രി NQS അംഗീകാരത്തോടെ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രി അംഗീകാരത്തിന്റെ നിറവിലാണിപ്പോൾ. ആലപ്പുഴ നഗരസഭയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. മാലിന്യ വിഷയങ്ങൾ അടിയന്തര ചർച്ചയ്ക്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നഗരസഭ നടുക്കളത്തിലെത്തി പ്രതിഷേധിച്ചു. പരിസ്ഥിതി ആരോഗ്യ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ എർത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണവും SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജി സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ജി സുധാകരൻ MLA അഭിപ്രായപ്പെട്ടു. ക്ഷയരോഗ നിർമ്മാർജ്ജന കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ പൂർണ്ണതോതിൽ വിനിയോഗിക്കണമെന്ന് ജി സുധാകരൻ MLA പറഞ്ഞു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന കർമ്മ പരിപാടിയുടെയും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതൊന്നും പാടില്ലാത്തതാണ്. നല്ല ആൾക്കാരാണോ അവരുടെ സീനിയോറിറ്റിയും മറ്റു കാര്യങ്ങളും നോക്കണം. സീനിയോറിറ്റി കണക്കെടുക്കണം. നമ്മളവരെ നിയമിക്കുക, അവരെ ട്രാൻസ്ഫർ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതെ നല്ല ഡോക്ടർമാരെ എല്ലാ മെഡിക്കൽ കോളേജുകളിലുമായി മൊത്തത്തിൽ വിന്യസിച്ച് വളരെ മികച്ച ആരോഗ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരമാണ് 5 വർഷക്കാലം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ആലപ്പുഴയാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം. ഈ മെഡിക്കൽ കോളേജ് മുമ്പെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് അവിടെ ആലപ്പുഴ ടൗണിലെ ഇപ്പോഴത്തെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അകത്തായിരുന്നു മെഡിക്കൽ കോളേജ്. അതായിരുന്നു മെഡിക്കൽ കോളേജ്. ജനറൽ ഹോസ്പിറ്റലും അത് തന്നെയായിരുന്നു. അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ എന്ന പേരൊന്നും വന്നില്ല, മെഡിക്കൽ കോളേജാണ്. ഒരു സൗകര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ എത്രയോ കാലം അവിടെ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഇവിടെ 140 ഏക്കർ സ്ഥലമൊക്കെ എടുത്ത് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയവേദിയാക്കരുത്. മെഡിക്കൽ കോളേജ് വികസന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി മുൻകൈയെടുക്കുന്ന ആളാണെന്നും ജി സുധാകരൻ പറഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ലെക്ചർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ക്ഷയരോഗ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയിലെ 35 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും ജി സുധാകരൻ MLA നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷം പുറക്കാട് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AR കണ്ണൻ, അംബുജാക്ഷി ടീച്ചർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ PV വിദ്യ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ VS വിൻസി, ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ PL ലക്ഷ്മി, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M ആനന്ദ്, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ SR ദിലീപ് കുമാർ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S ലൈജു, ടെക്നിക്കൽ അസിസ്റ്റന്റ് MN സുനിൽ കുമാർ, മീഡിയ ഓഫീസർ ഡോക്ടർ R സേതുനാഥ്, ജില്ലാ ലേബർ ഓഫീസർ A ജയ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദേശീയ നിലവാരത്തിൽ തിളങ്ങി ആലപ്പുഴ ജനറൽ ആശുപത്രി NQS അംഗീകാരത്തോടെ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രി അംഗീകാരത്തിന്റെ നിറവിലാണിപ്പോൾ. ആലപ്പുഴ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രി ദേശീയ ഗുണനിലവാര മാനദണ്ഡങ്ങളായ NQS അംഗീകാരം നേടി ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. ദേശീയ തലത്തിൽ നടത്തിയ കർശന പരിശോധനകളിൽ മികച്ച സ്കോർ നേടിയാണ് ആശുപത്രി ഈ അംഗീകാരം സ്വന്തമാക്കിയത്. 400 കിടക്കകളുള്ള ആലപ്പുഴയിലെ പ്രധാന ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായ ജനറൽ ആശുപത്രിയിൽ പ്രതിദിനം 2500-ലധികം രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. ഗ്യാസ്ട്രോ എൻട്രോളജി, നെഫ്രോളജി എന്നീ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉൾപ്പെടെ വിവിധ ചികിത്സാ വിഭാഗങ്ങൾ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നു. നെഫ്രോളജി വിഭാഗത്തിന് കീഴിൽ 10 കിടക്കകളോടുകൂടിയ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ആഴ്ചതോറും 70-ലധികം രോഗികൾക്ക് ഇവിടെ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. മെഡിസിൻ, സർജറി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, ENT, പീഡിയാട്രിക്സ്, പൾമണോളജി, പാലിയേറ്റീവ് കെയർ, ഓങ്കോളജി, ഡെന്റൽ, ഒഫ്താൽമോളജി, ഫിസിയാട്രി, ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിലായി സമഗ്ര ചികിത്സാ സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്.
24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ, ഫാർമസി, ട്രിയാജ് സംവിധാനം, ട്രാൻസ്ജെൻഡർ OP, ജീറിയാട്രിക് OP, 360 ഡിഗ്രി മെറ്റബോളിക് സെന്റർ എന്നിവയും ആശുപത്രിയുടെ സവിശേഷതകളാണ്. സംസ്ഥാനതല പരിശോധനകളിലും മികച്ച സ്കോർ നേടിയാണ് ദേശീയ അംഗീകാരത്തിലേക്ക് ആലപ്പുഴ ജനറൽ ആശുപത്രി എത്തിയത്. ഈ അംഗീകാരത്തിന്റെ ഭാഗമായി 3 വർഷത്തേക്ക് 40 ലക്ഷം രൂപയുടെ വികസന ഫണ്ടും ആശുപത്രിക്ക് ലഭിക്കും. ആലപ്പുഴ നഗരസഭയുടെ പിന്തുണയോടെയാണ് ആശുപത്രി ഈ നേട്ടം കൈവരിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. മാലിന്യ വിഷയങ്ങൾ അടിയന്തര ചർച്ചയ്ക്കെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം നടത്തി. ആലപ്പുഴ നഗരസഭയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. മാലിന്യ വിഷയങ്ങൾ അടിയന്തര ചർച്ചയ്ക്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി നഗരസഭാ കൗൺസിൽ നടുവിൽ പ്രതിഷേധിച്ചു. മാലിന്യ വിഷയം ഇതിനോടകം ചർച്ച ചെയ്തതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിജയകരമായി നടന്നുവരുന്നതായി ഭരണപക്ഷവും പറഞ്ഞു. അതോടെ കൗൺസിലിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമായി. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു. നഗരത്തിലെ എയ്റോബിക് പോയിന്റുകൾ നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾക്ക് മാലിന്യം കൊണ്ട് ചെല്ലാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും മാലിന്യം വളമാക്കി മാറ്റുന്ന പ്രക്രിയ ഇപ്പോൾ നടക്കുന്നില്ല എന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. മാത്രമല്ല, വാർഡുകളിലേക്ക് നൽകേണ്ട കുമ്മായം, ബ്ലീച്ചിംഗ് പൗഡർ അടക്കം യാതൊന്നും കൗൺസിലർമാർക്ക് നൽകിയിട്ടില്ല എന്നും അവർ ആരോപിച്ചു. ബഹളം ശക്തമായതോടെ ചെയർപേഴ്സൺ അജണ്ടകൾ പാസാക്കി കൗൺസിൽ ഹാളിന് പുറത്തേക്ക് പോയി. ഇതോടെ പ്രതിഷേധം ശക്തമാവുകയും തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി നഗരസഭാ സെക്രട്ടറിയോടും രേഖാമൂലം പരാതി നൽകി. സെക്രട്ടറിയുടെ ഉറപ്പിന്മേൽ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായും പ്രതിപക്ഷാംഗങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾ നഗരസഭയ്ക്കകത്തും പുറത്തും നടത്തുമെന്നും അവർ പറഞ്ഞു. പരിസ്ഥിതി ആരോഗ്യ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ എർത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണവും SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA G. സുധാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിസ്ഥിതി ആരോഗ്യ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ എർത്ത് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ പുരസ്കാര വിതരണവും SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കൽ ചടങ്ങും നടത്തി. മുൻ മന്ത്രിയും അമ്പലപ്പുഴ MLAയുമായ G. സുധാകരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വിഷയമെടുത്ത് വിശദമായ പഠനവും ഡിഗ്രി സമ്പാദിക്കലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സമ്പാദിക്കലും പിന്നെയും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഗവേഷണ പരീക്ഷ എഴുതി PhDക്ക് വേണ്ടി പോകാം. സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി PhD പരീക്ഷ എഴുതാം. ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള പോസ്റ്റിന് PhD വഴി പരീക്ഷ എഴുതാം. ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും ബിസിനസ് മാനേജർമാരായിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ആ വിഷയങ്ങൾ പഠിക്കാം. അങ്ങനെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് പഠിക്കാനുള്ള അവസരമാണ് 12ാം ക്ലാസ് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഒരു കുട്ടി ഇന്നത് പഠിക്കണമെന്ന് രക്ഷകർത്താക്കൾ നിർബന്ധിക്കുന്നത് ശരിയായ കാര്യമാണ്. ഉപദേശിക്കാം, കുട്ടിയുടെ കാഴ്ചപ്പാട് വേണ്ടത് ശരിയല്ലെങ്കിൽ അത് ശരിയാക്കി കൊടുക്കുക. അല്ലാതെ ഇന്ന വിഷയം പഠിക്കാവൂ എന്ന് പറഞ്ഞ് കുട്ടിക്ക് മനസ്സിൽ ഇഷ്ടമില്ലാത്ത വിഷയം എടുത്തു കൊടുത്ത് നല്ല മാർക്കൊന്നും കിട്ടാതെ പിന്നെ കുറഞ്ഞ മാർക്കിൽ പാസ്സാവുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ അഭിരുചി കൂടി കണക്കിലെടുക്കണം. അങ്ങനെ വിദ്യാർത്ഥിയുടെ അഭിരുചിയും രക്ഷകർത്താക്കളുടെ
സംരക്ഷകരുടെയും അധ്യാപകരുടെ ഇരുമ്പ് പാലത്തിന് സമീപം ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും MSc ബോട്ടണിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആലപ്പുഴ തോണ്ടൻകുളങ്ങര സ്വദേശിനി അൽഫിയ അഫ്സലിന് ഈ വർഷത്തെ പ്രതിഭാ പുരസ്കാരവും SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കലും നടത്തി. ഗ്രീൻ എർത്ത് രക്ഷാധികാരിയും നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ AM നൌഫൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഗ്രീൻ എർത്ത് ഡയറക്ടർ ഫിറോസ് അഹമ്മദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ S ഫൈസൽ, L മായ രാജേന്ദ്രൻ, നെഹ്റു യുവ കേഡർ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജു പള്ളിപ്പറമ്പിൽ, റിട്ടയർഡ് ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ ജോസഫ് മാരാരിക്കുളം, സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ME ഉത്തമക്കുറുപ്പ്, റിനു ബൂട്ടോ, അഫ്സൽ അബ്ദുക്കുട്ടി, സുൽഫത്ത് അഫ്സൽ, റാങ്ക് ജേതാവ് അൽഫിയ അഫ്സൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്തണമെന്ന് G സുധാകരൻ MLA ക്ഷയരോഗ നിർമ്മാർജ്ജന കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നിലവാരത്തിൽ തിളങ്ങിയ ആലപ്പുഴ ജനറൽ ആശുപത്രി MQS അംഗീകാരത്തോടെ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രി അംഗീകാരത്തിന്റെ നിറവിലാണിപ്പോൾ. ആലപ്പുഴ നഗരസഭയിൽ ചേർന്ന അടിയന്തര കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. മാലിന്യ വിഷയങ്ങൾ അടിയന്തര ചർച്ചയ്ക്കെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നഗരസഭ നടുക്കളത്തിലെത്തി പ്രതിഷേധിച്ചു. പരിസ്ഥിതി ആരോഗ്യ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ എർത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണവും SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി G സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.